ഈ രാജ്യം വലിയ ഒരു 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 നിർണായകമായ തെരഞ്ഞെടുപ്പ്, ഒരു ക്ലീശേ വാക്കല്ല ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നിർണായകം എന്നുള്ളത്. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യ മുന്നണിയിൽ CPM ഉള്ളിടത്ത് ആ CPMന്റെ ആകെ കൂടിയുള്ള ഈ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. കേരളത്തിനപ്പുറത്ത് ബംഗാൾ ഉൾപ്പെടെ ഇനിയും 5 ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്ന് പൂർത്തിയാകാനുണ്ട്. എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസക്തി? ആ പ്രസക്തി തനിക്കില്ല എന്നുള്ളത് അദ്ദേഹവും ഇദ്ദേഹത്തെ കൊണ്ട് ഈ പാർട്ടിക്ക് യാതൊരു ഗുണവുമില്ല എന്ന് പാർട്ടിയും തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ ഈ സമയത്ത് വെറുതെ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട, പകരം എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു വിട്ടതാണോ? ഇത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടോ? സീതാറാം യെച്ചൂരി പറയണം. പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്ത് വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെ ത്രിപുര ഉൾപ്പെടെയുള്ള സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ ഒരു പ്രചരണത്തിന് പോലും പോകാതെ ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന പിണറായി വിജയൻ സീതാറാം യെച്ചൂരിയുടെ അറിവോടുകൂടി, പാർട്ടിയുടെ അറിവോടുകൂടിയാണോ അദ്ദേഹം പോയിട്ടുള്ളത് എന്ന് പറയണം. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്കുള്ള സംശയം ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ മാറുന്നത് പിണറായി വിജയന്റെ നരേന്ദ്രമോദിയോടുള്ള പേടി കൊണ്ടാണോ? എന്തുകൊണ്ടാണ് കേരളത്തിൽ, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിമാരുണ്ട്, രേവന്ത് റെഡ്ഡി, അത് തന്നെ സിദ്ധരാമയ്യ, അത് തന്നെ സുഖ്വീന്ദർ സിംഗ് സുക്കു ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും ഞങ്ങളുടെ താരപ്രചാരകരായിട്ട് ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കില്ലാതെ മുഴുവൻ രാജ്യത്ത് നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചൂടുള്ള ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം, പ്രധാനമന്ത്രി വർഗീയമാക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യം അതിനെ പോലും ഒരു നക്സൽ മുദ്രാവാക്യമാണെന്ന് പറയാൻ വരെ ഉള്ള ഒരു മനസ്സ് കാണിക്കുന്ന പ്രധാനമന്ത്രി, അവിടെ CPMന് ആ നക്സൽ മുദ്രാവാക്യം എന്ന് പറയുന്നിടത്ത് CPMന് ഇടപെടാൻ കഴിയുന്ന മേഖലകളുണ്ട്. എങ്ങനെയാണ് ഇത് ഒരു 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 സോഷ്യലിസത്തിന്റെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യങ്ങളായി മാറുന്നത് എന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. അവിടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട്, പിണറായി വിജയൻ ഈ രാജ്യത്തെ ഏക CPM മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രചരണത്തിന് പോകുന്നില്ല? തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്ന് MK സ്റ്റാലിനെ മിണ്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പ്രകീർത്തിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നതാണല്ലോ. അവിടെ ഒരു CPM സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടല്ലോ, എന്താ അവിടെ പോലും പോവാത്തത്? ഷാനി, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുഴുവൻ നോക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിച്ച എത്ര ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇവിടെ DK ശിവകുമാർ ഉൾപ്പെടെ രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും നരേന്ദ്രമോദിയെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിലൊന്നും ഒരു പങ്കുമില്ലാതെ ഈ മുടിയനായ പുത്രൻ ആ സമയത്ത് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ ടൂർ പോവുകയാണ്. എന്താണ് ഇദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉള്ള കമ്മിറ്റ്മെന്റ്? എന്താണ് ജനങ്ങളുള്ള കമ്മിറ്റ്മെന്റ്? എന്താണ് മതേതരത്വത്തോടുള്ള കമ്മിറ്റ്മെന്റ്? എന്താണ് ഇവിടെ നടന്നിരുന്ന BJPയുമായി നടത്തിയ അവിശുദ്ധ ബന്ധം, അത് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ BJPക്ക് ജയിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി EP ജയരാജനും CPMന്റെ മുതിർന്ന നേതൃത്വവും അതുപോലെ തന്നെ പിണറായി വിജയൻ നേരിട്ടും അറിഞ്ഞുകൊണ്ട് കൊടുത്ത ഡീലിന്റെ കങ്കാണിപ്പണം സ്വീകരിക്കാൻ വേണ്ടിയാണോ ഈ യാത്ര? നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് മുഴുവൻ മതേതര ഇന്ത്യയുടെ പിന്നിൽ നിന്നും കുത്തിയ ഒരു കങ്കാണിയെ പോലെ പിണറായി വിജയൻ നടത്തിയ ഡീലുകൾ നമ്മൾ കണ്ടു, പുറത്തേക്ക് വന്നതാണ്. ആ BJPയുമായിട്ട് നടത്തിയ കങ്കാണിപ്പണിയുടെ പറ്റുപണം, ആ പണം പറ്റാൻ വേണ്ടിയാണോ ഈ യാത്ര എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇതൊരു പോരാട്ടം നടക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു ഭീരുവിനെ പോലെ എന്തിനാ പിണറായി വിജയൻ ഓടുന്നത്? ഇവിടെ നിന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കേണ്ടി വരും എന്നുള്ള ഭയമാണോ? BJPക്കെതിരെ വിമർശനം ഉന്നയിക്കേണ്ടി വരും എന്നുള്ള ഭയമാണോ? ഇദ്ദേഹമാണോ ഈ രാജ്യത്തെ ചില സഖാക്കന്മാരൊക്കെ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഇന്ത്യ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ, അവിടെ വന്നാൽ പിണറായി വിജയൻ പ്രധാനമന്ത്രിയാവും എന്ന് വരെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആശിച്ചിരുന്ന അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരുന്ന സഖാക്കന്മാരുണ്ട്. ആ ഇന്ത്യയുടെ ഇടതിന്റെ നേതാവായ പിണറായി വിജയൻ ഒരു വലിയ പോരാട്ടം നടക്കുമ്പോൾ യുദ്ധത്തിന്റെ പിറകിലൂടെ ഓടി ഒളിക്കുകയാണ്. അതാണ് ഈ യാത്രയുടെ രാഷ്ട്രീയം. ഞാൻ ചോദിക്കട്ടെ, സീതാറാം യെച്ചൂരി അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഞങ്ങളുടെ പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കാതിരിക്കാനെങ്കിൽ വേണ്ടി നിങ്ങൾ ഈ യാത്ര പോകരുത്. ശരി, നിങ്ങൾക്ക് ഇത് അണ്ടർഹാൻഡ് ഡീലിംഗ് ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ പണമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുമായിരിക്കാം. നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ പേടിയാണ്, നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ ഈ പാർട്ടിക്ക് ഈ ഘട്ടത്തിൽ നാണക്കേട് ഉണ്ടാവാതിരിക്കാനെങ്കിലും ദയവേത്, എനിക്ക് യാതൊരു അധികാരവുമില്ല, നിങ്ങളാണ് ഇതിന്റെ പണവും അധികാരവും എല്ലാം, പക്ഷെ ഞാൻ പാർട്ടിയുടെ ഒരു ജനറൽ സെക്രട്ടറിയാണ്, ദയവേത് പിണറായി വിജയ നിങ്ങൾ പോവരുത് എന്നെങ്കിലും പറയാൻ CPMന്റെ നേതൃത്വം തയ്യാറാവണം. ഇത് CPM മാത്രമല്ലോ, ഇന്ത്യ മുന്നണിയിലെ ഒരു മുഖ്യമന്ത്രി ഭീരുവിനെ പോലെ പിന്തിരിഞ്ഞോടുകയാണ്.
അതാണ് ഷാനി ഈ യാത്രയുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ മറച്ചുവെക്കാൻ കഴിയില്ല. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യങ്ങൾ, ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യം വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഇത് മതേതര കേരളത്തെ ഒറ്റുകൊടുത്തതിന്റെ കങ്കാണിപ്പണം മേടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് ആരായാലും സംശയിച്ചു പോകും. ഷാനി, എന്തായാലും ഈ യാത്രയെ സംബന്ധിച്ച് ശ്രീ സലാമിന് തന്നെ വിശദീകരിക്കാൻ കിടന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ, അത് വിനോദയാത്ര എന്നുള്ളൊരു വാക്കുപോലും പറയാൻ പെടുന്ന പാട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത്. വെറുതെ സലാമിനെ ഒന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം അവർക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യം ഞാൻ പറഞ്ഞോളാം. ശ്രീ സലാം വിഷമിക്കണം, ഞാൻ പറഞ്ഞോളാം എന്റെ പറയാനുള്ള കാര്യം. ഓക്കെ, ഞാനത് അദ്ദേഹത്തിന് അതിന്റെ ഒരു ആനുകൂല്യം കൊടുക്കുകയാണ്. കാരണം അത്രമാത്രം വലിയ മാനസിക സംഘർഷം ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയും. അതിന് ഞാൻ ആനുകൂല്യം കൊടുക്കും. അതാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. CPM ഈ രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, എന്ന് വെച്ചാൽ കേന്ദ്ര ഘടകത്തിന്റെ മെമ്പറാണ്. സീതാറാം യെച്ചൂരിയുടെ അനുവാദം മേടിച്ചിട്ടാണോ പിണറായി വിജയൻ യാത്ര പോയിരിക്കുന്നത്? അങ്ങനെ സീതാറാം യെച്ചൂരിയുടെ അനുവാദം മേടിച്ചിട്ടാണെങ്കിൽ സീതാറാം യെച്ചൂരി ഇതിനകത്തൊരു മറുപടി പറയണം. ഈ രാജ്യത്ത് ഇത്രയും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കിടക്കുമ്പോൾ കേരളത്തിനപ്പുറം പിണറായി വിജയന് പ്രസക്തിയില്ല എന്നുള്ളത് സീതാറാം യെച്ചൂരി തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചതെന്ന് അദ്ദേഹം ഒന്ന് പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, CPM നേതാക്കന്മാരോട്, പിണറായി വിജയൻ അല്ല ഈ പാർട്ടിയെ തകർക്കുന്നത്. പിണറായി വിജയനെ ഇത്തരത്തിൽ ന്യായീകരിക്കേണ്ടി വരുന്ന നിങ്ങളാണ് ഈ പാർട്ടിയെ തകർക്കുന്നത്. ഇടതുപക്ഷവും CPM തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രം പറയാണ്, അങ്ങേക്ക് പുച്ഛിക്കാം, തള്ളിക്കളയാം. പക്ഷെ ഒന്ന് വിലയിരുത്തുക, പിണറായി വിജയൻ ഈ സുഖലോലുപതയുടെയൊക്കെയും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാത്തിൻ്റെയൊക്കെ ആളാണ്. പക്ഷെ ഈ പാർട്ടിയെ തകർക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നടപടിയെ പോലും ന്യായീകരിക്കേണ്ടി വരുന്നതാണ്. ഷാനി ഒന്ന് ഓർത്തു നോക്കൂ, രാഹുൽ ഗാന്ധി എത്ര വിദേശയാത്ര നടത്തി? രാഹുൽ ഗാന്ധി വിദേശയാത്ര നടത്തിയപ്പോഴെല്ലാം അദ്ദേഹം വിദേശങ്ങളിൽ പങ്കെടുക്കുന്ന പരിപാടികൾ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളുടെ മുഴുവൻ അപ്ഡേറ്റ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും വന്നിരുന്നു. ഇന്ന് പിണറായി വിജയന്റെ പ്രായം പറഞ്ഞുകൊണ്ട് ഈ നെറികേടിനെ, ഈ മതേതര ഇന്ത്യയോട് കാണിക്കുന്ന നെറികേടിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീ സലാം, സിദ്ധരാമയ്യയുടെ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? മല്ലികാർജുൻ ഖാർഗെയുടെ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇവർക്കെല്ലാം അസുഖങ്ങളുണ്ടെന്നറിയാവോ? ഒരു മണിക്കൂർ പോലും ഒഴിവാക്കാതെ ഇവർ ഈ രാജ്യത്ത് മുഴുവൻ ഈ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ അത്തരത്തിൽ വലിയൊരു പോരാട്ടം നടക്കുന്ന രാജ്യത്ത് പിണറായി വിജയൻ ഓടി ഒളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും രണ്ട് അർത്ഥം മാത്രമേ ഉള്ളൂ. ഒന്ന്, നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യന് നേരെ നിന്ന് പോരാടാൻ, RSSനെതിരെ പോരാടാൻ ശക്തിയില്ല, അതുകൊണ്ടൊരു ഭീരുവിനെ പോലെ പിന്നിൽ നിന്ന് ഓടി ഒളിക്കുന്നു. രണ്ടാമത്തെ ഒന്ന്, അതിനുവേണ്ടി ആ ഭീരുത്വം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ ഡീല്, ആ പൊളിറ്റിക്കൽ ഡീലിന്റെ ഫ്രൂട്ട്സ്, അതിന്റെ ഇത് കേട്ട ഫലങ്ങൾ കൊയ്യാൻ വേണ്ടി പോയിരിക്കുന്നു. ഈ രണ്ടെണ്ണത്തിനപ്പുറം മറ്റൊരു ന്യായീകരണം, മറ്റൊരു രീതി ഇതിനകത്തില്ല. എന്താണ് ഞാൻ ചോദിക്കുന്ന? പിണറായി വിജയൻ അംഗീകരിക്കുകയാണോ? ഞാൻ കേരളത്തിനകത്തു മാത്രം നിൽക്കുന്ന ഒരാളാണ്, എനിക്ക് കേരളത്തിന് പുറത്ത് യാതൊരു പ്രസക്തിയുമില്ല എന്ന് പിണറായി വിജയൻ അംഗീകരിക്കട്ടെ, അത് പറയട്ടെ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, പിന്നെ എന്തിനാണ് മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ ഖമ്മത്ത് പോയിട്ട് TRSന്റെ ഒപ്പം കൈപിടിച്ചു പോകിയത്? അത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ. പിണറായി വിജയന്റെ രാഷ്ട്രീയം ഈ രാത്രിയോടുകൂടി തെളിഞ്ഞിരിക്കുന്നു. RSSനെതിരെയുള്ള പോരാട്ടത്തിന് താനില്ല, തന്റെ രാഷ്ട്രീയം കോൺഗ്രസ് വിരുദ്ധത മാത്രമാണ്. RSSന്റെ വർഗീയത കേരളത്തെ വിഴുങ്ങിയാലും അതിനുവേണ്ടി 2 സീറ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറെടുത്താൽ പോലും എന്റെ കോൺഗ്രസ് വിരുദ്ധത മാത്രമാണ് എന്റെ രാഷ്ട്രീയം. ഈ രാജ്യത്ത് വർഗീയതയോട് ഞാൻ സന്ധി ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പറയുകയാണ്. ഷാനി, ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഈ ഒരു ഇതുമല്ലാതെ വെറും ഒരു ചാനൽ പങ്കെടുക്കുക ചെയ്യുന്ന പാർട്ടിയുടെ ഒരു ഭാരവാഹി മാത്രമായ ഞാൻ ഒരു സിനിമയ്ക്ക് പോയാൽ വിമർശനം ഉണ്ടാവില്ലേ? ഒരു സിനിമയ്ക്ക് പോയിരുന്ന വിമർശനം ഉണ്ടാവില്ലേ? എത്രയോ വിമർശനങ്ങൾ അത്തരത്തിലുണ്ടായിട്ടുണ്ട്. നേതാക്കന്മാർ തിരഞ്ഞെടുപ്പിന് ശേഷം സിനിമയ്ക്ക് പോകുന്നതിനെ പോലും വിമർശിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. അവര് 18 ദിവസത്തേക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണല്ലോ രാഷ്ട്രീയ പ്രതിസന്ധി. അതിനു മുമ്പ് ശ്രീ H. സലാം ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്ന KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുകളയാണ്. കാരണം അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷം ഞാനെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് പറയാനുള്ള എല്ലാം അദ്ദേഹം പറഞ്ഞോട്ടെ. ഒരൊറ്റ ഉപദേശം മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേണമെന്ന് പറഞ്ഞ ചങ്ങല CPMന്റെ ഓഫീസിൽ വെക്കണം. നരേന്ദ്രമോദി എന്ന് പേര് കേട്ടാൽ പുൻതിരഞ്ഞൂടുന്ന പിണറായി വിജയനെ പിടിച്ചു നിർത്താൻ, കെട്ടിയിടാൻ അതെങ്കിലും ഉപയോഗിച്ചാൽ നിങ്ങളുടെ പാർട്ടിയെങ്കിലും അത്യാവശ്യം നാണം കെടാതിരിക്കും.
പിന്നെ ഷാനി കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാൻ പറ്റുള്ളൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന ആളെയും കൊണ്ട് ബംഗാളിലും മറ്റുള്ള സ്ഥലങ്ങളിലും BJP-ക്കെതിരെ പോരാടാൻ കൊണ്ടുപോയാൽ ആ പാർട്ടി പ്രതിസന്ധിയിലാവുന്ന മറ്റാരെക്കാളും അറിയാവുന്നത് യെച്ചൂരിയാണ്. കാരണം ഇദ്ദേഹം BJP ആയിട്ട് ഉണ്ടാക്കിയ ഡീലുകൾ മുഴുവൻ ഒരു എന്താ പറയാ ഒരു അംഗീകരിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഇങ്ങനെ കൊണ്ട് വെസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ട് BJP-ക്കെതിരെ പറഞ്ഞാൽ CPM ആട്ടപ്പെടലും അവിടെ തീർന്നു പോകുന്നറിയാം. അതുകൊണ്ടല്ലേ ആകെയുള്ള ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ബംഗാൾ പോലൊരു സ്ഥലത്ത് പോലും ഉപയോഗിക്കാൻ പാർട്ടി തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പറയുന്ന BJP-യുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് പിണറായി വിജയന് ഒരു രാഷ്ട്രീയമില്ല എന്നുള്ളത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ജനം മരിച്ചു വീഴുകയാണ് ഷാനി. ജനം എത്രമാത്രം ബുദ്ധിമുട്ടി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പറയുന്നു സാധാരണക്കാരെ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തി അതിന് ഇളവ് മേടിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ്. കൊടിയ വരൾച്ച, കർഷകർ മുഴുവൻ ബുദ്ധിമുട്ട്, ജനങ്ങൾക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ നിൽക്കുന്നു, കുടിവെള്ളം കിട്ടാനില്ല. ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇടപെടേണ്ട മുഖ്യമന്ത്രി ഇതൊന്നും കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് ഞാനൊന്ന് സുഖിച്ചിട്ടൊന്ന് വിനോദയാത്ര നടത്തിയിട്ട് വരട്ടെ എന്ന് പറയുന്നത് ഈ പാവം മരിച്ചു വീഴുന്ന മനുഷ്യരുടെ മുന്നിൽ പല്ലളിച്ച് കാണിക്കുകയാണ്. ഒരു ഉത്തരവാദിത്വം രാഷ്ട്രീയമായിട്ടുമില്ല, ഭരണപരമായിട്ടും ഇല്ല, എന്റെ സുഖം മാത്രം. ഇനി ഷാനി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. കൂടെ ഒരാൾ കൂടി പോയിട്ടുണ്ട്. ആരാ? മുഹമ്മദ് റിയാസ്. DYFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു മുഹമ്മദ് റിയാസ്. ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലില്ലായ്മ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കോട് സംസാരിക്കാൻ പോലും ഇല്ലാതെ പിണറായി വിജയനോടൊപ്പം നരേന്ദ്രമോദിയോട് സെറ്റിൽ ചെയ്ത മുഹമ്മദ് റിയാസ്. അങ്ങർക്കല്ലേ അമ്മായിച്ചനല്ലേ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ, റിയാസിന് ബുദ്ധിമുട്ടില്ലല്ലോ സലാമേ. റിയാസിന് യാത്ര ചെയ്യാനുള്ള ആരോഗ്യമുണ്ടല്ലോ സലാമേ. ഒന്നാ ബംഗാളിൽ പോയിട്ട് പിണറായി വിജയൻ നരേന്ദ്രമോദിയോട് സംസാരിക്കാൻ എന്തിനാ നിങ്ങൾ ഇങ്ങനൊരു പാർട്ടി ഈ രാജ്യത്ത് പാർട്ടി? അവസാനത്തെ ചോദ്യം. പുട്ടിന് തേങ്ങയിടുന്ന പോലെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതിനെല്ലാം രാജു പി നായർ ഇടയ്ക്കിടയ്ക്ക് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അത് മനസ്സിലാവട്ടെ. പക്ഷേ അവസാനത്തെ ചോദ്യം. നരേന്ദ്രമോദി ഒന്നായതുകൊണ്ട് ഇവര് രണ്ടിലും ഞങ്ങൾ യാതൊരു വ്യത്യാസവും കാണുന്നില്ല. രണ്ടുപേരെ ഒരേ ദുഃഖത്തിൽ കെട്ടി മാത്രമേ വിമർശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട്